ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈദ് സ്പെഷ്യൽ പുഡിംഗ് ആണ്. ബ്രെഡും ക്രീമും മിൽക്കും മേഡൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുണ്ടെങ്കിൽ പൊളിക്കും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നിടയിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഞാൻ ഇതുപോലൊരു പാനിലേക്ക് 1 കപ്പ് പാല് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 1 കപ്പ് പാലിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ഗ്യാസിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ഈ 1 കപ്പ് പാല് നമുക്കൊരു 1/4 കപ്പ് ആയിട്ട് കിട്ടുന്നു കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ മിൽക്ക് മേഡിൻ്റെ ആ ഒരു ടെക്സ്ചറിലല്ലെങ്കിലും അതിനായിട്ട് കുറച്ചുകൂടി ലൂസായിട്ടാണ് നമുക്കൊരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒരു 5-6 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/4 ആവോളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. ഒരു 1/4 കപ്പ് വരെയാണ് നമുക്കിത് വേണ്ടത്. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഈ ടൈമിൽ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കിയതിൻ്റെ ശേഷമാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ റിച്ച് ഗോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ക്രീമാണെങ്കിൽ അതും എടുക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 1/2 കപ്പ് ക്രീം ഈ ഒരു കപ്പിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രീം കവർന്നൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്രീം ലൂസായിട്ട് കിട്ടും. അപ്പോൾ നല്ല കട്ടോട് കൂടിയിട്ടല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസിലാണ് നമ്മൾ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് ക്രീം ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ ഇതാ ഒരു 1/4 കപ്പിനെക്കാട്ടിയും കുറച്ചും കൂടി ക്രീം കൂടി എടുത്തിട്ടുണ്ട്. അതോടും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ക്രീം തികയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പിനെക്കാട്ടിയും ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് ബാക്കി വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ക്രീം മാത്രം എടുത്താൽ മതി. അപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് തന്നെ ഈ ക്രീം ഒന്ന് റെഡി ആയിട്ട് കിട്ടണം. അതിലിപ്പോൾ ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം ഞാനൊരു കേക്കിൻ്റെ ബേസിലേക്ക് 4 ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിൽക്ക് മേഡിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡിലും നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു പാലിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ബ്രെഡിലൊന്ന് റെഡി ആയിട്ട് കിട്ടണം. ഇനിയിപ്പോൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ക്രീം വേണം അതിനനുസരിച്ച് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ ക്രീം എല്ലായിടത്തും ഒരുപോലെ തന്നെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു ബ്രെഡ് ഒന്ന് ഈക്വലായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡിൻ്റെ ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ബാക്കി ബ്രെഡ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് ഈക്വലാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് പറയുക, പിന്നെ ക്രീമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ബ്രെഡിൻ്റെ പീസിന് കുറച്ച് നീളം കൂടുതലായത് കൊണ്ടിട്ട് ഞാനൊരു 1/4 ഭാഗത്തോളം ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ഭാഗം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ബ്രെഡിൻ്റെ പീസും നമുക്കിതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഞാനിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റിയാണ്. ഒരു 10-20 മിനിറ്റോളം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ വെളുത്തിട്ടുള്ള എള്ളെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തിട്ടുള്ള എള്ളാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഈ എള്ളൊന്ന് ഞാനത് അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഈ എള്ളൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഈ എള്ളൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത് ചെറീസാണ്. അപ്പോൾ അതാ ചെറീസ് കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ പുഡിങ് റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് സിമ്പിളായിട്ടും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഒരു രക്ഷയില്ലാത്ത പുഡിങ്ങാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ ബൈ ഇൻഷാ അല്ലാഹ്.